റോഷി, നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ CCTV ദൃശ്യങ്ങളിലുള്ള പെൺകുട്ടി അത് തന്നെയാണ് എന്ന് അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്യാ वो था ना तुम्हारे? ओ मेरा लड़की है, ओ मेरा लड़की है, പക്കാ पक्का मेरा लड़की है, पक्का। അതായത് ആ പെൺകുട്ടി അത് തന്നെയാണ് എന്നുള്ളതാണ് അമ്മ പറയുന്നത്. मेरा लड़की CCTV में ओ मेरा लड़की है, उस ड्रेस में था, वो ड्रेस में था और बैग उसका है? हाँ बैग है, उसका पास पैसा 50 टका है, 50 रुपया है। तुम दोनों लिया? क्लियर है। खाने के लिए और खाने के लिए मेरा रूम में था 50 रुपया, वो लेके गया। റോഷിനി, എന്തായാലും പെൺകുട്ടി അത് തന്നെയാണ് എന്നുള്ളതാണ് അമ്മ സ്ഥിരീകരിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിലുള്ള പെൺകുട്ടി അത് തന്നെയാണ്. मेरा लड़की मेरा लड़की है, वो पक्का मेरा लड़की है, CCTV में वो मेरा लड़की है। എന്തായാലും അത് ആ CCTVയിലുള്ളത് പെൺകുട്ടി തന്നെയാണ്, തൻ്റെ മകൾ തന്നെയാണ് എന്ന് അമ്മ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അമ്മ നേരത്തെ തന്നെ അമ്മ ഇത് പറഞ്ഞിരുന്നതാണ്. കാരണം ഈ നേരത്തെ നമ്മൾ മറ്റൊരു ബന്ധുവിനും ഈ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ ബന്ധു കൂടിയായിട്ടുള്ള ഇയാളും ഈ ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. वो कहाँ जाने का साथीदा है? कहाँ जाएगा? मुझे मालूम नहीं कहाँ जाएगा। कोई यहाँ दोस्त है? नहीं कोई दोस्त नहीं है। नहीं मेरा भी वो दोस्त नहीं है, बच्चा भी कहाँ मिलेगा दोस्त? ये पहला बार है? पहले बार है। वो क्या लेकिन ये लड़की ऐसा करेगा बात करते? नहीं वो पहली बार है, पहली बार। ये पुलिस को कैसा पता? मैं कंप्लेन किया। पुलिस ने क्या कहा? पुलिस ढूंढ रहा है। और आपके उसको दोस्त सामने और आपको एक रिलेटिव? नहीं कोई नहीं कोई आप दोनों ഇത് പെൺകുട്ടിയുടെ പിതാവാണ്. आप दोनों ये? मैं दोनों है, कोई नहीं है। कोई नहीं है। मेरा को एक चाचा है, अल्सर में रोता है। चाचा मेरा बत्तूज है, मेरा अल्सर में रोता है। ये नहीं मेरा, और कोई भी नहीं है मेरा इधर का रिश्तेदार, इधर कोई भी नहीं है मेरा। आप कब आया यहाँ केरला में? केरला में मैं आया था 3 महीना हो गया मेरा। आगे लॉकडाउन में आगे मैं रोके गया, एक साल रोके गया, अल्सर में रोके गया था, सिंगल में रोके गया। പ്രസാദ്, TV പ്രസാദിലേക്ക് കൂടി പോവുകയാണ്. പ്രസാദ്, ഇപ്പോൾ ആ CCTV ദൃശ്യമാണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ CCTV ക്യാമറയുടെ എതിർവശത്തേക്ക് ആ കുട്ടി പോകുന്നത് വ്യക്തമായി ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഇത് എവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പ്രസാദ്? ആ കുട്ടി പോകുന്ന റോഡ് ഏതാണ്? ഇതാ ഈ റോഷിനി, ഇതാണ് ഇവിടെയല്ലേ CCTV? എവിടെയായിരുന്നു സാറേ? അവിടെയായിരുന്നോ? ഇതാ ഈ കടയുടെ CCTV ആണ്. അതിൻ്റെ മറുഭാഗത്തുള്ള ഈ CCTV നമുക്ക് കാണിച്ചു തരാം റോഷിനി. ഇതാ ഈ CCTVയിലാണ് പതിഞ്ഞത്. ഈ കാണുന്ന CCTVയിലാണ് ദൃശ്യം പതിഞ്ഞത്. അതിൻ്റെ CCTV പകർത്തിയ ദൃശ്യങ്ങളുടെ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി ഇവിടെ നിന്ന് വാഹനങ്ങളൊക്കെ കയറിപ്പോകുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ബോർഡ്, ഈ സ്കൈടെക് ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറയുന്ന ബോർഡ്, ചേട്ടാ ഒന്ന് വരാവോ? കാണാം. ഇതുവഴിയല്ലേ അല്ലേ പോയത്? ഇതുവഴിയല്ലേ ആ CCTVയിൽ കാണുന്ന ഭാഗം? ആ CCTVയിൽ കണ്ട വിവരം മാത്രമേ നിലവിലുള്ളൂ. അത് കാണുന്ന ഈ ഭാഗമല്ലേ? അതെ, ഈ ഭാഗമാണ്. ഈ ബോർഡും അത് കഴിഞ്ഞിട്ട് ആ കിടക്കുന്ന കാറിന്റെ സൈഡിൽ വെച്ചാണ് കുട്ടിയെ കണ്ടതായിട്ടാണ് ആ CCTVയിൽ ആ കാർ. ആ കാറിൽ. അത് കഴിഞ്ഞിട്ടുള്ള വിവരങ്ങളൊന്നും ഇപ്പൊ നിലവിലില്ല. ഇതവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ ആയിരിക്കണം. അത് തന്നെ, കുഞ്ഞ് അത് തന്നെയാണ് എന്നുള്ളത് കൺഫേമാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല, അന്വേഷണത്തിലാണ്. റോഷിനി, ഇത് തന്നെയാണ് CCTV. ആ CCTV ആണ്. അങ്ങനെയാണെങ്കിൽ ഇതുവഴി തന്നെയാണ് പോയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതുവഴിയാണ് നടന്നു വന്നത്. ഏതാണ്ട് 200-250 മീറ്റർ മാത്രം മാറിയാണ് കുട്ടിയുടെ വീട്. അങ്ങനെയെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല. ഇവിടേക്കാണ്, ഇതുവഴിയാണ് നമ്മൾ നേരത്തെ കാണുന്നത്. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം മാറിയത് ഈ കടയുടെ അപ്പുറം ഭാഗത്താണ് CCTV ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇങ്ങോട്ടേക്കുള്ള ലൊക്കേഷൻ, അതായത് ഈ ബോർഡൊക്കെ അതിൽ കാണാം. ഇവിടുന്ന് കുറച്ച് മാറി ആ വണ്ടി നിൽക്കുന്ന സ്ഥലത്താണ് കുട്ടിയെ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനിയിപ്പോൾ ഈ ഭാഗം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആയിരിക്കാം. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു സാധ്യതയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. ഇനിയിപ്പോൾ ഇത് കേന്ദ്രീകരിച്ച് ഇവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും കുട്ടി പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഭാഗം
കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും സ്വാഭാവികമായും ഇനിയിപ്പോൾ പോലീസ് നടത്തുകയും ചെയ്യുക. നമുക്ക് തൊട്ട് എതിർവശത്ത് കാണുന്നത് കഴക്കൂട്ടത്തു നിന്ന് പോകുന്ന ദേശീയപാതയാണ്. NH-66 ആണ് ഈ കാണുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ അരികിലുള്ള ഭാഗത്തു കൂടിയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന കുട്ടി ഈ ഭാഗത്തേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. അവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. ആ ഭാഗത്തേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ഇവിടെ ഇപ്പോൾ ആളൊഴിഞ്ഞ ഒരു നിർമ്മാണം നടക്കുന്ന ബിൽഡിങ്ങുകളുണ്ട്. ഇനി ഇവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ, അതല്ല വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോയോ? ഇവിടെയുള്ള പ്രാദേശിക പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാ ഭാഗത്തും എല്ലാ തലങ്ങളിലും പരിശോധിക്കുന്നുമുണ്ട്. ആ കെട്ടിടത്തിലോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നെല്ലാം ഇവർ നോക്കുകയാണ്. ഒരു വലിയ കെട്ടിടം ഈ കുട്ടി നിന്നതിൻ്റെ തൊട്ടിപ്പുറമുണ്ട്. ആ ഭാഗത്തെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. മറുഭാഗത്ത് പോലീസ് പരിശോധന നടത്തുന്നു. ഈ NH-66 നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വലിയ ഓടയുണ്ട്. അതിൻ്റെ അരികിലുള്ള സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തുകയാണ്. ഈ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയതായതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഒളിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും നോക്കുന്നത്. ഇവിടെ എത്തുന്ന ഓരോ ആളുകളും അവർക്ക് കഴിയുന്ന രീതിയിൽ എല്ലായിടത്തും തെരച്ചിൽ നടത്തുകയാണ്. നമ്മളിപ്പോൾ കണ്ട പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ